ഭഗവാനോട് ഗോപികമാർ ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ ഭഗവാൻ അവരോടൊപ്പം ചേർന്ന് നൃത്തം വയ്ക്കുവാൻ ഒക്കെയുള്ള അവസരം ഒരുക്കി ആ രാസക്രീഡയൊക്കെ ഭംഗിയായിട്ട് ഭഗവാൻ അവർക്ക് നൽകി എന്ന് പറയുകയാണ്. ഒരിക്കൽ വരുണ ഭഗവാനെ കാണണമെന്നൊരു മോഹമുണ്ടായി. അങ്ങനെ അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നദീതീരത്ത് ചെന്നിട്ട് തീർത്ഥകരകളിലൊക്കെ സാധനാനുഷ്ഠാനം ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പറയും. ഇടയ്ക്കൊക്കെ ഇന്ന് വീട് വിട്ട് ഇറങ്ങിയിട്ട് പുണ്യസങ്കേതങ്ങളിലോ സമാധി സ്ഥാനങ്ങളിലോ ഒഴുക്ക് ജലത്തിൻ്റെ പരിസരത്തോ പുണ്യനദികളുടെ അടുത്തൊക്കെ ടെൻറ്റ് കെട്ടിയിട്ടൊക്കെ കൂടിയിട്ട് ഊണിന് പ്രാധാന്യം ഉണ്ടാവില്ല കേട്ടോ, മനസ്സിലായില്ലേ? ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഊണ് കഴിക്കാമെന്ന്. ഇരിക്കാൻ വേണ്ടി ഉണ്ണലും ഉണ്ണാനിരിക്കലും രണ്ടും രണ്ടാണ്, മനസ്സിലാവുന്നുണ്ടല്ലോ. ഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതിരിക്കുക, ജീവിതത്തിന് വേണ്ടി മാത്രം ഭോഗത്തെ സ്വീകരിക്കുക, അതാണ് രണ്ട് ശൈലികൾ. പിന്നെ മൊത്തത്തിൽ വേറിട്ടൊരു അനുഭവം ഉണ്ടാവും. നമ്മുടെ ശുശ്രൂഷകളൊക്കെ കുറഞ്ഞ് എന്താ പറയുക, സാധനാനുഷ്ഠാനങ്ങൾക്ക് പോകുമ്പോൾ ത്യാഗത്തിലൂടെ ഒരു ഭാഗത്ത് ഇരിക്കുക. അപ്പോൾ പല സംഗതികളെ ഭയപ്പെടുമ്പോൾ ഇപ്പോൾ വെള്ളിയങ്കിരിയുടെ കഥ പറഞ്ഞു. ജന്മത്തിൽ മിണ്ടാത്ത ആളുകൾ വരെ എത്ര ഉച്ചത്തിലാണ് നമശിവായ ജപിച്ച് നടക്കണം കണ്ടറിയോ? കാരണം പേടിച്ചിട്ടാണ്. നമ്മുടെ കൂട്ടത്തിലൊരു വിദ്വാൻ, വേറെ വാട്ടർ ക്ലോറ്റും സൗകര്യമൊന്നുമില്ല, അദ്ദേഹത്തിന് വിഷമം വന്നു. ഇപ്പം എന്താ ചെയ്യുക, കുപ്പിയും വെള്ളം എടുത്തിട്ട് ഓടി സൈഡിലേക്ക്. കുറേ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കതച്ചിട്ട് വരണം. എന്താ സ്വാമി, ഒരു സൈഡിൽ ആനപ്പിണ്ടം, ഒരു സൈഡിൽ കാട്ടുപോത്തിൻ്റെ ചാണകം, എന്നില്ല ചവിട്ടിയത് എന്ന് പറഞ്ഞു. എന്തൊരാത്മാർത്ഥത അറിയോ? നമശിവായ 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 ഉണ്ടാ വരുന്നതേ, മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഒറ്റപ്പെടുമ്പോൾ ഒരു ഏകാഗ്രത വർദ്ധിക്കാനും ഭഗവാനെ വിളിക്കാനും കാരണമായിട്ട് വരും. പിന്നെ ഉറക്കം വന്നോളണമെന്നില്ല, ഉണർന്നിരിക്കും. ശിവരാത്രിക്കാണെങ്കിലും തത്വം എന്താ? ഉറക്കൊഴിക്കുക പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഉണർന്നിരിക്കുക എന്നാണ്. ജീവിതത്തിൽ അലർട്ടായിരിക്കുക എന്നാണ് ഇതിൻ്റെ തത്വമാണ്. മറിച്ച് പറയണതൊക്കെ. കാരണം നമ്മുടെ ഓരോ ആചരണങ്ങളിലും ഓരോ തരത്തിലുള്ള തത്വങ്ങളുണ്ട്. കാരണം ഇപ്പോൾ പൗർണമിക്ക് തിരുവണ്ണാമലയിൽ പ്രദക്ഷിണ സമയത്ത് ചന്ദ്രകാന്ത കല്ലുകളിൽ തട്ടി പ്രതിഫലിക്കുന്നതായിട്ടുള്ള ആ ഊർജം, ആ കാന്തികത ആ ജീവന്മാരിലൊക്കെ പതിക്കും. അതവരുടെ ആ പ്രഭാവത്തെ വർദ്ധിപ്പിക്കുന്നതിനും പ്രഭാമണ്ഡലം ശുദ്ധീകരിക്കുന്നതിനും കാരണമാവും എന്നൊരു ഫലം പറയാറുണ്ടല്ലോ. ഇതേപോലെ ഔഷധീനാഥനാണ് സോമൻ, ചന്ദ്രൻ. അപ്പോൾ ആ വരുന്ന വ്യതിയാനങ്ങളൊക്കെ ഔഷധങ്ങൾക്ക് ശക്തി കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രഭാവം, ആ സോമഗണങ്ങൾ മലയമാരുതനിൽ തട്ടി പുറത്തേക്ക് ഒഴുകി വരുന്നതായിട്ടുള്ള ആ കാറ്റ്, ആ വായു, സുഖമായിട്ടുള്ള ആ സ്പർശം ഏൽക്കുന്നത് തന്നെ മനോബുദ്ധീന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന് കാരണമായിട്ട് മാറും. ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അപ്പോൾ അന്ന് അന്തരീക്ഷത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നു. എല്ലാ സമയത്തും ഒരേ മാതിരിയല്ല. അപ്പോൾ പഴയ കാലത്ത് പുതിയ ആളുകൾക്ക് അറിഞ്ഞുകൂടാ, ന്യൂ ജനറേഷന് പട്ടപ്പര ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം, അല്ലേ? പട്ടപ്പര കണ്ടവരുണ്ടോ? അപ്പോൾ ഈ പട്ട വെട്ടാൻ തോന്നുമ്പോഴൊന്നും പട്ട വെട്ടില്ല, അല്ലേ? പട്ട വെട്ടാനൊരു നിയമം അല്ലേ? ഉമിനാളൊന്നും അല്ലാത്തൊരു സമയം നോക്കിയിട്ടല്ലേ പട്ട വെട്ടുക. അല്ലെങ്കിൽ എന്താ, ഉറക്കത്തം കുത്തിയിട്ട് സാധനം പോകും. ഇപ്പോൾ മുളയാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും ആ തിഥികൾ നോക്കിയിട്ടല്ല മുറിക്കുന്നെങ്കിൽ അതിങ്ങനെ പൊടിയായിട്ട് പൗഡറായിട്ട് സാധനം പോകും, അല്ലേ? അപ്പോൾ അതിനൊരു മൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേമാതിരി ആ അന്തരീക്ഷങ്ങളിൽ വ്യതിയാനങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇതേമാതിരി ഒരു പ്രത്യേകമായിട്ടുള്ളൊരു എനർജി കൂടുതലായിട്ട് പതിക്കുന്നൊരു സന്ദർഭമാണ് ശിവരാത്രി നാൾ. ആ സന്ദർഭത്തിൽ ഉണർന്നിട്ട്, ശിവരാത്രി എന്ന് പറഞ്ഞാൽ ആളുകളെ എങ്ങനെ ഉദ്ദേശിച്ചിരിക്കണം അറിയോ? ആളുകൾ തെറ്റിദ്ധാരണ, ഓരോന്നോരോന്ന് അനാചാരങ്ങൾ ആചാരമായിട്ട് മാറുകയാണ്. സ്വാമി 3 CD എടുക്കണ്ടേ നമ്മൾ? അങ്ങനെയാണ്. 3 CD എടുത്തിട്ട് ഇങ്ങനെ വട്ടം കൂടി ഇരിക്കലാണോ ശിവരാത്രി? അല്ല, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഉച്ചത്തിൽ ജപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പതിഞ്ഞ സ്വരത്തിൽ ഭഗവാന്റെ ആ നാമം ജപിച്ച് സഹസ്രനാമാദികളോ അഷ്ടോത്തരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമായിട്ട്, പിന്നെ ഭക്തന്മാരായിട്ട് സമ്പർക്കം ചെയ്ത് അവരുടെ അനുഭവങ്ങളെ പങ്കുവെച്ച്, അപ്പോൾ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ അവരവരുടെ അനുഭവം പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉദ്ദീപനമുണ്ടാകും. അതെയല്ലേ, എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ചെറിയ അനുഭവങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇതിന് പറയണോ സ്വാമി, ആറ്റുകാല് പൊങ്കാലയ്ക്ക് പോയി, ഭർത്താവിന് അത്ര വിശ്വാസമുള്ള ആളല്ല കേട്ടോ, പക്ഷെ പൊയ്ക്കോ
കേടുപാടുകളൊന്നും ഇല്ലാണ്ട് ഇങ്ങോട്ട് തിരിച്ചെത്തണം എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു അനുമതി കിട്ടിയ ഒരു 3/4 മുകളിലും ഉണ്ടു. തിരിച്ചു വന്നു. അങ്ങാടിയിൽ ഇറങ്ങിയപ്പോൾ രാത്രി 12 മണിയാണേ. അങ്ങനെ ഇങ്ങനെയൊക്കെ വണ്ടി കെട്ടിപ്പിടിച്ചിട്ടേ ഈ കാലം കെട്ട കാലത്ത് രാത്രി 12 മണിക്ക് അങ്ങാടിയിൽ പെട്ടാലത്തെ കഥ എന്താ? കൂട്ടുകാരൊക്കെ പിരിഞ്ഞ് ഓരോ വഴിക്ക് പോയി. അപ്പോഴാണ് പേടിയത്. ഭഗവാനെ, മനസ്സോടെ സമ്മതിച്ചിട്ടാണല്ലോ, ആ കാലം പറഞ്ഞിട്ടാണല്ലോ ഞാൻ വന്നത്, എങ്ങനെ കേടില്ലാണ്ട് വീടത്ത് അമ്മേ ഓ എന്ന് വിളിച്ചപ്പോൾ ഒരു വിദ്വാൻ അയൽവക്കത്തെ സുന്ദരൻകുട്ടിയുണ്ട്, ബൈക്കും കൊണ്ടുവരണം. എന്താ കല്യാണത്തിന് ഈ നേരത്ത് ഇവിടെ? ആ കുട്ടിയെ ഞാൻ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലിക്ക് പോയതാണ്. ഒറ്റയ്ക്ക് നല്ല ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി. നീ എന്താ ഈ നേരത്ത്? ഞാൻ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ചേച്ചി 1-2 കിലോമീറ്റർ പോയ സമയത്ത് ബൈക്ക് പഞ്ചറായി. എന്നിട്ട് പിന്നെ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മെക്കാനിക്കിനെ വീട്ടിൽ പോയി കണ്ടുപിടിച്ചതൊക്കെ ശരിയാക്കി വരണ നേരമാണപ്പോൾ. വീട്ടിലേക്കല്ലേ? അതെ, അന്ന് കയറിക്കോളി, ഞാൻ വിടാം. നോക്കൂ, യാദേവി സർവഭൂതേഷു ലിഫ്റ്റ് രൂപേണ സംസ്ഥിത നമസ്സസ്യൈ 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 നമോ നമ. അവിടെ അവർക്ക് എന്താ വേണ്ടത്? 5 പവൻ്റെ മാലയാണോ വേണ്ടത്? ആ സമയത്ത് അല്ല, സുരക്ഷിതമായിട്ട് വീടെത്തണം. അപ്പോൾ എന്താണോ ആവശ്യം, ആ ആവശ്യം ന്യായമായതാണെങ്കിൽ ആ സന്ദർഭം അനുസരിച്ച് ഭഗവാൻ പ്രവർത്തിക്കും. ഒന്നുകിൽ ഭഗവാൻ തന്നെ വരാം, അല്ലെങ്കിൽ ആരെയെങ്കിലും പ്രേരിപ്പിച്ചുകൊണ്ട് ആ വഴിക്ക് അയക്കാം. കാരണം എല്ലാവരിലൂടെയും പ്രവർത്തിക്കുന്ന ആരാ? അദ്ദേഹം തന്നെയാണ്, സംശയമില്ല എന്ന് പറയണം. ഇത്തരം അനുഭവങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക, ജീവനൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഉണർവും നമുക്കും കുറച്ച് കാര്യമായിട്ടൊക്കെ ജയിപ്പിക്കണം കേട്ടോ. ഒരു തമാശ പറയാം. അടുത്ത സമയത്ത് ഞങ്ങൾ ഓച്ചിറയിൽ നമ്മുടെ ഒരു ഭക്ത സുഹൃത്തുണ്ട്. ഗൾഫിൽ പോകുമ്പോൾ അവിടുത്തെ പരിപാടികൾക്കൊക്കെ സഹായിക്കുന്ന ഒരാൾ, അവിടെ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വീട് പണിയാണ്. അവർ ഭൂമി പൂജയും മറ്റുമൊക്കെ ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ആളെ കിട്ടാനില്ല, പുള്ളിക്ക് നമ്മൾ തന്നെ വേണം. അങ്ങനെ ഒരു മോഹം പറഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു മേനോൻകുട്ടി താഴെ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സ്വാമിജി അങ്ങയുടെ തിരക്ക് പിന്നെ കൂടുതൽ ആളുകളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അപ്പോൾ യാത്രയൊക്കെ എനിക്കിഷ്ടമാണ്, ഞാൻ വണ്ടി ഓടിക്കാം, വരാം. അങ്ങനെ 1-2 തവണ ഈ പറയണം. അപ്പോൾ ശരി ആയിക്കോട്ടെ. ഒരു തവണ നമ്മൾ അദ്ദേഹത്തിനെയും വിളിച്ചു. അദ്ദേഹം ഒപ്പം കയറി. അദ്ദേഹം കയറിയല്ല, അദ്ദേഹം വണ്ടി ഓടിച്ചു, നമ്മളെ അവിടെ ഇരുത്തി. അങ്ങനെ ഓച്ചിറയൊക്കെ തൊഴുതു. വലിയ കാര്യം. പോകുമ്പോൾ വടക്കുന്നാഥനെ കണ്ടു. അത് കഴിഞ്ഞ് ഓച്ചിറ എത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ ഓച്ചിറ വന്നിട്ടില്ല, നന്നായി, അത് ഭാഗ്യമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നാരായണത്ത് ഭ്രാന്തൻ വടി കിട്ടിയ കുളവുമൊക്കെ കാണിച്ചു കൊടുത്ത് നമുക്ക് അറിയുന്ന ചരിത്രങ്ങൾ. ഒണ്ടിക്കാടുണ്ട്, ഉണ്ട് ഈ കാട്ടിൽ നിന്നാണ്. പരബ്രഹ്മം പോത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള ഭാഗമാണ്. ആൽത്തറ ആ കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ചർച്ച ചെയ്തു. അപ്പോൾ ചായയൊക്കെ കുടിച്ചിങ്ങനെ കുറച്ച് നേരം. അല്ല, അതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നല്ലൊരു ക്വാർട്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ സംവിധാനമുണ്ട്, ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അതിലൊരു AC റൂമൊക്കെ തരപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വിശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ പണിയുള്ളൂ. അപ്പോൾ ഒന്ന് ഇരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, സ്വാമിജി ഒരു സംശയമുണ്ട്. എപ്പോഴാണ് അപ്പോൾ പരിപാടി നടന്നിട്ടിപ്പോൾ കുറേ ആയി അല്ലയോ? പരിപാടി നടന്നിപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്നതാണ്. ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 12, മാർച്ച്, ഏപ്രിൽ, 13 മാസം കഴിഞ്ഞല്ലേ? 13 മാസം. ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. അപ്പോൾ എങ്ങനാ കാര്യങ്ങളൊക്കെ? മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മറ്റൊരു സുഹൃത്ത്, അദ്ദേഹം വാദിക്കപ്പീർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മസ്കറ്റിൽ തന്നെ, സോഹറിൻ്റെ അടുത്തായിട്ട് വാദിക്കപ്പീർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ താമസിക്കുന്ന ആൾ, 42 കൊല്ലമായിട്ട് പുള്ളിക്കാരൻ അവിടെയാണ്. അദ്ദേഹം മകൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വലിയൊരു നിസാൻ്റെ ഒരു വലിയ വണ്ടിയുണ്ട്, അത് കപ്പൽ കയറ്റി കൊണ്ടുവന്നിരുന്നു. അത് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നു. കൊച്ചിയിൽ പോയിട്ട് അതിനെയൊക്കെ കയറ്റി അയക്കുന്നതിന് മുമ്പ് നമ്മളവിടെ ഓച്ചിറ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഓടി വന്നു, കണ്ടു, നമസ്കരിച്ചു, സംസാരിച്ചു, ഒപ്പം നിന്നൊരു ചിത്രമൊക്കെ എടുത്തിട്ട് പോണതിന് മുമ്പ് ഒരു നമസ്കാരം, ഒരു ദക്ഷിണയും തന്നിട്ട് പോയി. ഒരു 5,100 രൂപയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അവനെ ഞാൻ മുഖാമുഖം നോക്കി. അദ്ദേഹം പോയി. ഉത്തരം കിട്ടിയില്ലേ? എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലൊടുക്കാൻ വഴിയില്ല. ഇരിക്കേണ്ടതുപോലെ ഇരുന്നാൽ വരേണ്ടതൊക്കെ വന്നോളും. നമ്മൾ എന്തേ വേണ്ടൂ? സമർപ്പണത്തോടു കൂടിയിട്ട് ഭഗവാനെ കഴിഞ്ഞുകൂടാനുള്ളതല്ലേ വേണ്ടൂ. ആഗ്രഹങ്ങൾ പരിമിതപ്പെടുത്തി കഴിഞ്ഞാൽ ആനന്ദം ധാരാളം ഉണ്ടാവും.
എത്രയധികം അങ്കലാപ്പും ആഗ്രഹവും ഉണ്ടോ അതിനനുസരിച്ചുള്ള സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആവശ്യങ്ങൾ കുറയ്ക്കുക, ആഗ്രഹങ്ങൾ കുറയ്ക്കുക. ഭഗവാൻ അറിയാം, അദ്ദേഹം നമ്മുടെ ജഗൽ പ്രഭുവാണ്, നമ്മുടെ അച്ഛനാണ്, അമ്മയാണെന്നുള്ള ബോധം വന്നാൽ മാതാമേ പാർവതീദേവി പിതാദേവോ മഹേശ്വര ബാന്ധവാ ശിവഭക്ത സ്വദേശോ ഭുവനത്രയം. ആ അച്ഛൻ ജഗൽ പിതാവാരാ? ഭഗവാൻ മഹാദേവൻ. അമ്മയോ അന്നപൂർണേശ്വരി അമ്മ. അവർ രണ്ടും അച്ഛനും അമ്മയായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുട്ടി പട്ടിണി കിടക്കുവോ? ഇല്ല. ഈ ഒരു ബോധം ഉറച്ചാലോ വേണ്ടെന്നിയാവും. അപ്പോൾ ഇത്തരം കഥകളും അനുഭവങ്ങളും ചർച്ച ചെയ്തിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ആത്മോദ്ദീപനമുണ്ടാവും എന്നാണ്. വേണ്ടാത്ത വാസനകളിൽ നിന്നൊക്കെ നമുക്ക് പിന്തിരിയാൻ സാധിക്കും. അങ്ങനെ സാധനാനുഷ്ഠാനത്തിനായിക്കൊണ്ട് നന്ദഗോപരും കൃഷ്ണനും മറ്റു ഗോപന്മാരും ഒക്കെ പാടെ കൂടിയിട്ട് നദീതീരത്ത് ചെന്ന് അവിടെ ടെൻ്റൊക്കെ കെട്ടി അങ്ങനെ ഇരിക്കുകയാണ്. നേരം വെളുത്തൂന്നൊരു തോന്നല് ചില സമയത്ത് അങ്ങനെയാണ്. 2 മണിക്കും ഒക്കെ പുലർച്ചയുടെ ഒരു പ്രതീതി തോന്നും ചന്ദ്രൻ്റെ പ്രഭാവം കൊണ്ട്. വെള്ളത്തിലിറങ്ങി ആര്? നന്ദഗോപര്. ആളെ കാണാനില്ല. ഈ ജലത്തിലൊക്കെ ചില യാമങ്ങൾ വ്യത്യാസം വന്നാൽ ചില പ്രത്യേക ദേവതകളുടെയും മറ്റും സാന്നിധ്യം ഉണ്ടാവും. വേറൊരു ലെവൽ എനർജിയാണ്. എന്തായാലും അദ്ദേഹത്തിനെ വലിച്ചു കൊണ്ടുപോയി. ആളെ കാണാനില്ല. കണ്ണു പിടിച്ച് നോക്കുമ്പോൾ നന്ദഗോപരില്ല. ആകെ പരിഭ്രമായി. കണ്ണാ, അച്ഛനെ കാണാനില്ലല്ലോ. ഏതായാലും ഭഗവാൻ നേരെ വെള്ളത്തിലിറങ്ങി നേരെ ചെന്നു. എവിടെ? വരണലോകത്ത്. അപ്പോഴേക്കും അവിടെ പഞ്ചവാദ്യവും കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വരുണൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഭഗവാനെ ഒന്ന് കാണണമെന്നൊരു മോഹമായിരുന്നു. അദ്ദേഹത്തിനെ ഉചിതമായി സ്വീകരിച്ച് അവിടുത്തെ വിശേഷമായിട്ടുള്ള മുത്തും രത്നങ്ങളൊക്കെ സമ്മാനമായിട്ട് കൊടുത്തു. നേരെ തിരിച്ചു പറഞ്ഞയച്ചു. അച്ഛനും അതെ, നല്ല പുതിയ പട്ടുവസ്ത്രവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വെള്ളത്തിലിറങ്ങിപ്പോയ ആളല്ല തിരിച്ചു കയറുമ്പോൾ ആൾ വേറെയാണ്. തിരിച്ചു അത് ഗോപന്മാരത് എങ്ങനെയൊക്കെ മണത്ത് മനസ്സിലാക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടായി ഇത്രേ. അപ്പോൾ അവർ അറിയാം കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യക്കുട്ടി അല്ല എന്നും ഒരു ദൈവീക അംശമാണ്. ദൈവമാണെന്നുള്ള ബോധമില്ലെങ്കിലും ദൈവീക അംശമാണ്, ഒരു പ്രത്യേകതയും സിദ്ധി ഉള്ള ആളാണെന്നെങ്കിലും അവരുടെ ഉള്ളിൽ വിശ്വാസമുണ്ട്. എല്ലാവരും കൂടി തമ്മിൽ കൂടി ചർച്ച ചെയ്തു. കൃഷ്ണ, ഒരു കാര്യം പറയാണ്ടായിരുന്നു. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ പറയട്ടെ. പറഞ്ഞോളൂ, അതിനെന്താ. പിന്നെ ആദ്യത്തെ 1-2 അക്ഷരം പറയാം, ബാക്കിയുള്ളത് കേശവൻകുട്ടി പറയുന്നു പറഞ്ഞു. വൈഹു വൈഹു വൈകില്ല, എപ്പോൾ വേണമെങ്കിലും അല്ല അതല്ലേ. ബാക്കി കേശവൻകുട്ടി പറയാം. ഉണ്ടം എന്നാണ്. എന്താ? വൈകുണ്ഠം കാണണം എന്നാണ്. അപ്പോൾ വരുണലോകം പോയി വന്നു, അതിൻ്റെ കഥകളൊക്കെ വിശദീകരിക്കപ്പെട്ടു. വൈകുണ്ഠവും കൂടി കാണണം. നേരത്തെ ഗോവർദ്ധന ഉദ്ധാരണ സമയത്ത് പറഞ്ഞ അതേ വാക്ക് ഭഗവാൻ പറഞ്ഞു. എല്ലാവരും ചേർന്ന് നിന്നോളൂ എന്ന് പറഞ്ഞു. കണ്ണുകൾ അടച്ചോളൂ എന്ന് പറഞ്ഞു. മനസ്സിൽ നന്നായിട്ട് ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. ഭഗവാനെ അങ്ങോട്ട് തൊട്ട് നിന്ന് കണ്ണുകൾ അടച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. നാരദനും തുമ്പുരവും പർവ്വതനും ഒക്കെ പാടുകൂടി നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുത ലോകത്ത് ഒന്ന് കണ്ണടച്ച് ഭഗവാനോട് ചേർന്ന മാത്രയിൽ എത്തി. കണ്ണ് തുറന്നപ്പോൾ പഴയമാരി അവിടെയും. അപ്പോൾ ഭാവനയ്ക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ദിവ്യാനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ള അനുഭവത്തേക്ക് അവർക്ക് കാണിച്ചു കൊടുത്തു. അനന്തരം പോയ ആളുകളൊന്നും തിരിച്ചു വരുന്നില്ല എന്നത് കണ്ടപ്പോൾ കംസൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ആശങ്കയുണ്ടായി. അതിനകം ഭഗവാൻ ശംഖചൂടൻ എന്ന ഒരു അസുരനും കൂടിയിട്ട് മോക്ഷത്തെ കൊടുത്തു.
അത് പിന്നെ ഒരു ദിവസം ഇതേമാതിരി പുറത്ത് നദീതീരത്ത് താമസിച്ച് സാധനയ്ക്ക് പോയ സമയത്ത് ഒരു വലിയൊരു സർപ്പം വന്ന് നന്ദഗോപരെ വിഴുങ്ങി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഈ നല്ല ഉറക്കത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടാകുമ്പോൾ സ്വപ്നത്തിൽ കാണുന്ന മാതിരിയാണ് അനുഭവം തോന്നാം കേട്ടോ. പഴയ കാലത്ത് കുട്ടിക്കാലത്ത് നമ്മൾ ചമ്രവട്ടം പൂരത്തിന് പോയി. ചമ്രവട്ടം അറിയോ? ചമ്രവട്ടം പൊന്നാനി ഭാഗത്ത് അവിടെ ഒരു പൂരത്തിന് പോയി. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹമാണ് നമ്മളെ വിളിച്ചിട്ട് പോയത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മടിയിൽ, അദ്ദേഹം നമ്മുടെ മടിയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും തല വെച്ച് കിടന്നു. വെടിമരുന്ന് പ്രയോഗം തുടങ്ങുമ്പോൾ എണീക്കാമെന്നും വിചാരിച്ചു. എന്തോ ഒരു സംഗതി വന്നിട്ട് ഇങ്ങനെ കയ്യിൽ തടവണമാതിരി ഇങ്ങനെയൊക്കെ ഒരു സ്വപ്നമാതിരി തോന്നി. ഏതായാലും വെടിക്ക് അങ്ങോട്ട് തീ കൊടുത്തിയപ്പോൾ ചാടി പിടിച്ച് എണീച്ചു. ആ കഥനെ കണ്ട അന്തം വിട്ടു. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയ സമയത്ത് ആ കണ്ട സ്വപ്നം യാഥാർത്ഥ്യ, കയ്യിലത്തെ വാച്ച് കാണില്ല. വാച്ച് കാണാനില്ല, പോയി. മനസ്സിലായില്ലേ? ഒരു 20 വയസ്സിന് മുമ്പ് പറ്റിയിട്ടുള്ള സംഗതിയാണ്. പിന്നെ വാച്ച് കിട്ടിയില്ല. പിന്നെ കഴിഞ്ഞ ഇടയ്ക്ക് ബാംഗ്ലൂർ സപ്താഹത്തിന് പോയപ്പോഴാണ് അവിടുത്തെ ഒരു അമ്മ, ഒരു മിലിറ്ററിയിൽ എഡ്യൂക്കേഷൻ ഓഫീസറായിരുന്നു, അവരുടെ വീട്ടിലൊരു സപ്താഹം ഉണ്ടായി. അദ്ദേഹത്തിന് 84ാം പിറന്നാളാണ്. അവർ നിർബന്ധിച്ച് കെട്ടിച്ച് തന്നതാണ്. അപ്പം ഇങ്ങനെ ഓരോ സപ്താഹ സ്ഥലത്ത് ഇപ്പം നമ്മുടെ പ്രതീക്ഷയുണ്ട് കേട്ടോ. ഇനിയിപ്പം മൈലമ്പാടുന്ന് എന്താ ആരാ കെട്ടിത്തരാന്ന് അറിയില്ല, ഇരിക്കട്ടെ. പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ചില സ്വപ്നാനുഭവങ്ങൾ, ആ സ്വപ്നത്തിൽ ആ ശരീരത്തിൽ എന്തെങ്കിലും ചേഷ്ടകൾ നടക്കുമ്പോൾ അത് ഒരു വേറൊരു ലോകത്ത് നിന്ന് എന്തോ ചെറിയൊരു ഫീൽ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇതേമാതിരി എന്തോ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ, ചാക്കിരിക്കെട്ടിൻ്റെ എന്തിൻ്റെ ഉള്ളിൽ കയറണമാതിരി ഒരു തോന്നൽ നന്ദഗോപുരക്ക് ഉണ്ടായാലും കണ്ണ് മഴിച്ചില്ല. അപ്പോൾ 1-2 ആളുകൾ ഉണർന്നു. അവർ നോക്കിയപ്പോൾ കാണുമ്പോൾ വലിയൊരു പാമ്പ് ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക, ഇടുപ്പോളം വിഴുങ്ങി. കണ്ണനെ വിളിക്കാതിരിക്കാൻ ശ്രമിച്ചു കേട്ടോ. അങ്ങനെയാണ് ആദ്യമൊക്കെ നമ്മുടേതായിട്ടുള്ള വഴികൾ നോക്കും, അല്ലേ? ഭഗവാനെ എപ്പോഴേ വിളിക്കുകയുള്ളൂ? നമ്മുടെ പ്രഭാവം ഒന്നും ഏൽക്കണില്ല എന്ന ഘട്ടം വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ? അതെ, മനുഷ്യൻ്റെ സ്വഭാവമാണെന്ന് പറയണം. 35% മാത്രമാണ് ശരീരത്തിൽ അംഗങ്ങൾ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ എന്ന് വിശിഷ്ട സേവനത്തിന് മെഡൽ കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേക പന്തലിൻ്റെ കളറുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു മാഷക്ക് അനുഭവം വന്നപ്പോൾ അദ്ദേഹം അങ്ങനെ അന്തം വിട്ടിരുന്നു. അവസാനം നമ്മളെ കാണണമെന്ന് ആളയച്ചു. ചെന്ന് കണ്ടപ്പോൾ സർക്കാർ ആശുപത്രിയിൽ കിടക്കുകയാണ്. കുടുംബമായിട്ട് തെറ്റി. അങ്ങനെ ഒരു പ്രത്യേക ശാഠ്യക്കാരനാണ്, നല്ല മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതാണ് ശരിയെന്ന് സമ്മതിക്കണം, അങ്ങനെയാണ്. അപ്പോൾ ചിലപ്പോൾ അത് വീട്ടുകാരും സമ്മതിച്ചോളുന്നില്ല. അങ്ങനെ മക്കളും കുട്ടികളൊക്കെ ആയിട്ട് തെറ്റി അങ്ങനെ ഒറ്റപ്പെട്ട് സർക്കാർ ആശുപത്രിയിൽ കിടക്കുന്ന ഘട്ടമാണ്. കിടത്തം കണ്ടപ്പോൾ സങ്കടമായി കേട്ടോ. അപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു, സ്വാമി അപ്പോൾ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇനി നിങ്ങളുടേതായിട്ടുള്ള വല്ല വഴികളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നോക്കണേ കൊണ്ട് അൺനോൺ പവറിൻ്റെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ മുകളിലേക്ക് കാട്ടിയിട്ടുണ്ട്. ഞാനതിലൊന്നും പരിചയമില്ലാത്ത ആളാണെന്ന് അറിയാലോ. അപ്പം പറഞ്ഞു, മാഷേ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നല്ലൊരാളല്ലേ, കുറിയിടണമെന്നോ സഹസ്രനാമ ചലണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. വാക്കിലും ചിന്തയിലും കർമ്മത്തിലും സത്യമുണ്ടെങ്കിൽ അത് തന്നെ ഈശ്വരാനുഗ്രഹമാണ്, ഈശ്വര സാധനയാണ്. വേറെ അംഗങ്ങളൊന്നും വേണമെന്നില്ല. എന്തായാലും മാഷ് വിഷമിക്കേണ്ട, സ്വാമിയും പ്രാർത്ഥിക്കുക, അതിന് വല്ല എഫക്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഫലിക്കാതിരിക്കില്ല. നമ്മളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമിജി, ഒരു മിനിറ്റ്, എന്തെങ്കിലും ഒരു പ്രസാദമൊക്കെ ഉണ്ടെങ്കിൽ തരാം കേട്ടോ, എനിക്കത് സന്തോഷമാണ് പറഞ്ഞു. നൈസിൽ പേഴ്സിൽ ചെറിയൊരു പൊതി ഭസ്മുണ്ട്. അപ്പോൾ നെറ്റിയുടെ അടുത്തേക്ക് അല്ല തന്നാൽ മതി, ഞാൻ കഴിക്കാം. അങ്ങനെ കുറി വീറ്റഞ്ഞപ്പോൾ ആരെങ്കിലും അതും കാണും, അതും പ്രശ്നമാണ് പാവം. എന്തായാലും നാവ് നീട്ടി, നാവിലിട്ട് കൊടുത്തു, പ്രാർത്ഥിച്ചു. എന്തായാലും ഡോക്ടർ പറഞ്ഞ 6 മാസം കൊണ്ടൊന്നും ആൾ പോയില്ല. ഒരു 3-4 കൊല്ലം അദ്ദേഹത്തിൻ്റെ ആയുസ് നീണ്ടു നിന്നു. ഭാര്യയും മക്കളുമായിട്ടൊക്കെ ഇണങ്ങി. അങ്ങനെ അവസാനം നന്നായിട്ട് സ്വസ്ഥമായിട്ട് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് പറയണം. അപ്പോൾ നമ്മുടെ പ്രഭാവങ്ങളൊക്കെ കരുത്തായിട്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റ് വഴികൾ നോക്കുവാനോ ഭഗവാനെ ആരാധിക്കുവാനോ മറ്റൊരു വിശ്വാസത്തിനോ അനുഷ്ഠാനത്തിനോ ആചരണത്തിനോ നമ്മുടെ ഈഗോ അനുവദിച്ചോളണമെന്നില്ല. പക്ഷേ എല്ലാ വഴികളും അടയുമ്പോൾ ഒരു പരീക്ഷണാർത്ഥം ചിലപ്പോൾ ഒന്ന് വിളിച്ചെന്നിരിക്കും. ആ വിളി പാഴാവുകയുമില്ല ആണ്. ഏതായാലും ഭഗവാനെ വിളിച്ചില്ല, ആവുന്നതും ഇവർ പരിശ്രമിച്ച് നോക്കി. കൊള്ളിയെടുത്ത് കുത്തലും മറ്റൊക്കെ ചെയ്തപ്പോൾ പാമ്പ് കൂടുതൽ വിഴുങ്ങി വന്നു. അവസാനം കൃഷ്ണ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ഭഗവാൻ ഇടപെട്ടു.
അവനെ ഒന്ന് കാലുകൊണ്ടൊന്ന് എന്തടാ കാണിക്കണമെന്ന് പറഞ്ഞു. കാലുകൊണ്ടൊന്ന് തട്ടിയപ്പോൾ എന്തായി? ഭഗവാന്റെ പാദസ്പർശമേറ്റതോടുകൂടിയിട്ട് അതിസുന്ദരനായിട്ടൊരു ഗന്ധർവനായിട്ട് മാറി എന്ന് പറയാണ്. ഭഗവാനെ നമസ്കരിച്ചു. നമോസ്സനന്തായ സഹസ്രമൂർത്തയെ സഹസ്രപാദാക്ഷി ശിരോരുവാഹവേ സഹസ്രനാമനേ പുരുഷായ ശാശ്വതേ സഹസ്രകൊടിയുഗധാരിണീ നമാന്ന് പറഞ്ഞിട്ട് ഭഗവാനെ തൊഴുതു പറഞ്ഞു. ഞാൻ സുദർശനൻ എന്ന ഗന്ധർവനായിരുന്നു. അപ്പോൾ ഒരു മഹാത്മാവിനെ പരിഹസിച്ചതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ അറയ്ക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു രൂപത്തെ പ്രാപിക്കാനായിട്ട് ശപിച്ചതാണ്. പിന്നെ ശാപമോക്ഷത്തിന് കേണപ്പോൾ ആ ഭഗവാന്റെ ആ സമ്പർക്കം ഉണ്ടാകുമ്പോൾ നിനക്കത് സാധിക്കുമെന്ന് പറഞ്ഞു. അന്നു മുതൽ ഞാൻ അങ്ങേ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു. ഏതായാലും പോയ അസുരന്മാരാരും തിരിച്ചെത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ പ്രഭാവശാലികളായിട്ടുള്ള ഈ പിള്ളേരെ ഇവിടെ വരുത്തിയിട്ട് ചതിച്ചു കൊല്ലാമെന്നൊരു സൂത്രം തോന്നി കംസന്. അപ്പോൾ കാരണം അവരുടെ അന്യനാട്ടിൽ പോയിട്ട് നമുക്ക് ജയിച്ചു വരൽ എളുപ്പമല്ല. കാരണം എവിടെയൊക്കെ എന്താ ഇപ്പോൾ ശ്രീനഗർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ റോഡിൽ ബോംബുണ്ടാവും. ഒരുത്തൻ തന്നെ മൊബൈലിൽ അമർത്തി കഴിഞ്ഞാൽ ഡും ഡും എന്നിങ്ങനെ കഥന പൊട്ടണ മാതിരി പൊട്ടും ഇല്ലേ? എന്തൊക്കെ സെറ്റപ്പ് എവിടെയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ നാട്ടിലെ കാര്യം നമുക്കറിയില്ല, ഇങ്ങോട്ട് വരുത്താം. അതിനെന്ത് ചെയ്യാം? എന്തെങ്കിലും ഒരു മത്സരമോ ധനുർയാഗം, അങ്ങനെ ഒരു യാഗം ചെയ്യാം. ധനുസ് വെച്ചുകൊണ്ട് യാഗം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനൊരു ഗംഭീരമായിട്ടുള്ള ധനുസ്സിനെയൊക്കെ ഏർപ്പാടാക്കി. 3 കരിമ്പനയുടെ വലിപ്പമുള്ള ധനുസ് ഒരുക്കി. അതിനൊരു മണ്ഡപമൊക്കെ ഉണ്ടാക്കി അതിനെ വൃത്തിയായിട്ട് കടുക്കി വെച്ച് ഇവരെ രണ്ടുപേരെയും ക്ഷണിക്കാനായിട്ട് ആരെ അയക്കുക? അങ്ങനെയുണ്ട്. അയക്കണമെങ്കിലും പറ്റിയ ആൾ വേണം. അതിന് നോക്കിയപ്പോൾ തൻ്റെ സ്റ്റാഫ് ഒരാളാണ്, റിലേഷനാണ്. അദ്ദേഹത്തിൻ്റെ പേര് അക്രൂരൻ ആണ്. അക്രൂരനോട് പറഞ്ഞു, അക്രൂരമാമേ, അങ്ങനെയാണ് കേട്ടോ. അതുവരെയൊന്നും അങ്ങനെ അങ്കിളേന്നോ മാമേന്നൊന്നും വിളിച്ചിട്ടില്ല. ആവശ്യം വരുമ്പോഴേ അതിനെന്താ പേര് പറയുക അറിയോ? അപ്പത്തക്കാരെന്നാണ് പറയുക, നമ്മുടെ നാടൻ ഭാഷ. അങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു, അക്രൂരമാമ ഗോകുലത്തിലൊന്ന് പോകണം. ആ മിടുക്കന്മാർ കുട്ടികളുണ്ടല്ലോ, അവരെ ഒന്ന് ക്ഷണിക്കണം. അല്ല, കഴിവുള്ളവരെ നമ്മൾ അംഗീകരിക്കണമല്ലോ. ഒരു ധനുർയാഗത്തിൻ്റെ ഏർപ്പാട് ചെയ്യണം. അനേകം ആളുകൾക്ക് ഓല കൊഴിച്ചിട്ടുണ്ട്, അവരും വരട്ടെ. ഇനിയിപ്പോൾ അവർക്ക് വിജയം കിട്ടുകയാണെങ്കിൽ ആവട്ടെ, നമുക്കൊരു സമ്മാനമൊക്കെ കൊടുത്ത് കഴിവുള്ള കുട്ടികളെ ആദരിക്കാമല്ലോ എന്നൊക്കെ ഇദ്ദേഹത്തിനോട് പറഞ്ഞു. സംഗതി ചതിച്ചു കൊല്ലാനാണെങ്കിലും അവിടെ അത് കാണിച്ചില്ല. നമ്മുടെ വണ്ടി എടുത്തോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വാഹനം അങ്ങനെ പുറമേ ഉപയോഗിക്കാറില്ല. നേരത്തെ വണ്ടി ഇറക്കിയത് ദേവൂട്ടർ കല്യാണത്തിനാണ്. അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്തിട്ട് പോയി. ഇക്കുറി എന്താ ചെയ്യണത്? അക്രൂരമ്മാമ്മയുടെ കയ്യിൽ അത് കൊടുക്കാം എന്നുള്ള നിലയിൽ. അക്രൂരിന് കിടന്നിട്ട് ഉറക്കം വരില്ല. എന്തൊന്നില്ലാത്ത സന്തോഷമായി. എന്താ കാരണം അറിയോ? ഭഗവാനെ പറ്റിയിട്ട് ആ കേട്ട നാൾ മുതൽ കൊണ്ട് എന്നാണ് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുക എന്നുള്ളൊരു ചിന്തയാണല്ലേ. ശ്രീവാസുദേവ ശ്രീവത്സവക്ഷസിൽ വനമാല ചാർത്തി ഞാൻ എന്നു കാണും, എന്നോമ വീടുത്തെ പാദാതികേശങ്ങൾ എന്നുള്ളിലെപ്പോഴും തോന്നിടണം. ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിയണം. അതിൻ്റെ ഇടയിലാണ് ഇങ്ങോട്ട് ഒരാവശ്യപ്പെടൽ. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവമായിട്ടുള്ളൊരു ആഹ്ലാദം ഉണ്ടായി. പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. പുള്ളിക്കാരൻ അങ്ങനെ ഒരു സാഡ് സ്വഭാവമുണ്ട്, സാഡിസ്റ്റാണ്. അങ്ങനെ ഒരു ആനന്ദം ഒരാൾ അനുഭവിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ വേണ്ട എന്നുള്ള നിലയിൽ അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് പോക്ക് മുടക്കിയെന്ന് വരും. അപ്പോൾ അത് പുറത്ത് കാണിച്ചില്ല. അങ്ങനെ കിടന്നു. നേരം വെളുപ്പിച്ചു. അതിരാവിലെ എണീച്ച് 2 മണിക്ക് ശേഷം യാമം മാറുമ്പോൾ പൈശാചിക യാമം കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നു. നേരെ യാത്രയായി. ഇപ്പോൾ പുലർച്ചെ സമയത്ത് നദീതീരത്തെത്തി. കുളിച്ച് വസ്ത്രം മാറി ഒരു 10-11 കൂടിയിട്ട് ഗോവർദ്ധന പർവ്വതത്തെ കണ്ടു. അവിടെ എത്തി. ആ പർവ്വതത്തിൻ്റെ അടുത്ത് എത്തിയതും വാഹനം നിർത്തിയിട്ട് ഒരു നീണ്ട നമസ്കാരം, പർവ്വതത്തെ ഒരു നമസ്കാരം. അതിനുശേഷം ആ ഭൂമിയിൽ അദ്ദേഹം ഇങ്ങനെ പരിശോധിക്കുകയാണ്. എന്താ പരിശോധിക്കണം അറിയോ? മണൽത്തരിയാണ് അവിടെ കൂടുതലായിട്ട്. ഭഗവാന്റെ പാദചിഹ്നങ്ങൾ, ചക്രം, ശംഖ് മുതലായിട്ടുള്ള ആ ലക്ഷണങ്ങൾ ഭൂമിയിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നാണ് നോട്ടം. മനസ്സിലായില്ലേ? എന്നിട്ടോ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ കടുപ്പം കൊണ്ട് ഭഗവാന്റെ പാദചിഹ്നങ്ങൾ അവിടെ പതിഞ്ഞതായിട്ട് തോന്നി, കാണാൻ സാധിച്ചു. അപ്പോൾ എന്ത് ചെയ്തറിയോ? കിടന്നിട്ടത് അതിൻ്റെ ആ ഊർജം തനിക്ക് സംഭരിക്കണം എന്നുള്ള നിലയിൽ കിടന്ന് ഉരുണ്ടിട്ട് അങ്ങോട്ട് പ്രദക്ഷിണം ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് ശയനപ്രദക്ഷിണം എന്നുള്ളൊരു സമ്പ്രദായം ചെയ്തത് ആ ക്രൂരനാണ്. ഏതായാലും ആ പൊടിമണ്ണിനെയൊക്കെ ആ ഭഗവാന്റെ വിഭൂതി എന്നുള്ള നിലയിലൊക്കെ ഇന്നും ഗുരുവായൂർ പോയാൽ
ഈ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്നറിയില്ല. ഭക്തന്മാർ ശയനപ്രദക്ഷിണം ചെയ്യും. അതിരാവിലെ കുളിച്ച് തറ്റുടത്ത് ഈറനോട് കൂടിയിട്ട് ഭഗവാനെ തൊഴുത് അതിൻ്റെ കരവിൽ പിടിക്കാനൊരു പ്രത്യേക വയുണ്ട്. ഒരു പിടുത്തം പിടിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് ചുറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ദിയെ വേണ്ടു. പിന്നെ വയസ്സിൽ മരം കടയണ മെഷീനിൽ ആ കാല് കടയണ മാതിരി ആൾ ഉരുണ്ടോളും, ഭഗവാൻ തിരിച്ചോളും, സുഖമായിട്ട് തിരിപ്പിച്ചു വിടും. എന്നിട്ട് എന്താ ചെയ്യുക, പ്രദർശനം പൂർത്തിയായി കഴിഞ്ഞാൽ ആ വസ്ത്രം അങ്ങനെ എടുക്കും. എന്നിട്ടോ നന്നായിട്ട് അതിനെ ഒരു കിറ്റിലോ മറ്റോ ആക്കിയിട്ട് നിഴലത്ത് ഉണക്കിയിട്ട് അതിലത്തെ പൊടി കുടഞ്ഞിട്ട് അളുക്കിലെടുത്തെടുത്ത് വയ്ക്കും. കാരണം അതിൽ ഭക്തന്മാരുടെ മാത്രമല്ല ഭഗവാന്റെ പാദധൂളി പതിഞ്ഞിട്ടുണ്ടാവുമെന്ന ഒരു വിശ്വാസം, അതൊരു നിധി പോലെ സൂക്ഷിക്കുന്ന രീതി ഇന്നും അവലംബിക്കുന്ന ആളുകൾ ഉണ്ട്. അവരുടെ വിശ്വാസമനുസരിച്ച് അതിന് ആ ഒരു ശക്തിയും മഹത്വവും ഉണ്ട് തന്നെ എന്നാണ്. അങ്ങനെ ഏതായാലും അവിടെ എത്തി. ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ ഒരു വിഷമം തോന്നി. കാരണം എന്തറിയോ, സുദാമാവ് ദരിദ്രബ്രാഹ്മണനാണെങ്കിൽ പോലും അദ്ദേഹം തന്നെ ഒരു പ്രാവൃതം ഭഗവാന് വേണ്ടി കരുതിയിട്ടുണ്ട്. പ്രാവൃതം എന്ന് പറഞ്ഞാൽ കാഴ്ചദ്രവ്യം. കൊച്ചുകുട്ടികളെ കാണാൻ പോകുമ്പോൾ, ഭക്തന്മാരെ കാണാൻ പോകുമ്പോൾ, രോഗികളെ കാണാൻ പോകുമ്പോൾ, യജ്ഞസ്ഥലത്തേക്ക് പോകുമ്പോൾ, പടിക്കെട്ട് കയറിയിട്ട് ആചാര്യനെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും അണ്ടിപ്പരിപ്പോ ആപ്പിളോ സാധനങ്ങളോ എന്തെങ്കിലും ആയിട്ട് കൊണ്ടുവരണം, കിട്ടുമോ? അതെ, ഇതാണ് എൻ്റെ നിയമം. അപ്പോൾ കുചേലൻ പോലും അല്ലേ, അഹർനിശമാത്മാവില്ലവനെയോർത്തിരുന്നു പോയി കരുതിയിൽ ഒരു പിടി അവിൽ പോലും ഞാൻ വരും നേരമൊരു വസ്തു കരുതാതെ മരുവുകിൽ കരുണാമയൻ കൃഷ്ണനെന്തു തോന്നും. ഭഗവാനെ, കുചേലൻ പോലും ഒരു കിഴി അവലായിട്ട് പോയി. ഈ ഉള്ളവൻ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഒന്നും ഉണ്ടായില്ല, കയ്യിൽ കരുതിയില്ല, വെറും കൈയോടെ അങ്ങോട്ട് ഇറങ്ങി. എന്താ അദ്ദേഹത്തിന് തോന്നുകയാവോ? അങ്ങനെ തോന്നാൻ വഴിയില്ല. കാരണം എന്താ, കരുണാദ്രമാനസനല്ലേ മുകിൽ വർണ്ണൽ പരിഭവിക്കില്ലായിരിക്കാം കണ്ണും ഇതാ ഇങ്ങു വന്നെത്തി വന്നിന്നു തോന്നുന്നു പീതാംബരത്തിൻ്റെ ശോഭ കണ്ടോ. എങ്ങും നോക്കുമ്പോൾ ഒരു മഞ്ഞപ്രകാശം. ഭഗവാന്റെ അടുത്ത് എത്തി തോന്നണോന്ന് ഉള്ളിൽ ഉറപ്പിച്ചു. ഇനി മുമ്പിൽ അങ്ങോട്ട് വന്ന പെട്ട എന്താ ചെയ്യുക? ആത്മാർപ്പണം ചെയ്തെതിരേൽക്കും ഞാനപ്പോൾ ആശീർവദിക്കാതിരിക്കില്ലവൻ ഭഗവത് പാദങ്ങളൻ മിഴിനീരാൽ കഴുകുമ്പോൾ കരുണ നീർത്തൂകാതിരിക്കില്ലവൻ. ഹരേന്ന് പറഞ്ഞിട്ട് ഞാൻ ഭഗവാന്റെ പാദത്തിൽ അങ്ങോട്ട് വീഴും. അപ്പോഴോ എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത വിധത്തിൽ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരമായിട്ട് ഒഴുകും. ഭഗവാന്റെ പാദം മുഴുവൻ ശുദ്ധമായിട്ടുള്ള വസ്തു കൊണ്ട്, തവളപ്പെടാത്ത വെള്ളമാണ് കണ്ണീര് അല്ലേ, അതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടും. അപ്പോഴോ ഭക്തി ബാഷ്പം ഭഗവാനും പൊഴിക്കും എന്നൊക്കെ മനസ്സിൽ ഭാവന ചെയ്തു. നേരെ ഭഗവാന്റെ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ പടിപ്പരയിലെത്തി വാഹനം നിർത്തി. അപ്പോൾ അവിടുത്തെ സംഭവം എന്താ അറിയോ, ഊണ് കാലമായിട്ടും ഊണ് കഴിക്കാതെ ഇങ്ങനെ പടിപ്പരയിൽ പോയിട്ട് അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് നോക്കുക, രാമൻകുട്ടിയും കൃഷ്ണൻകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. യശോദ വിളിക്കുക, കഴിക്കൂട്ടി എന്താ ഈ പറഞ്ഞത്, എന്തിനാ സമയം വൈകണേ, എന്താ ഇപ്പം ഇന്ന് വിശപ്പൊന്നുമില്ലേ? എന്താ വിശപ്പില്ലായി അറിയോ, തന്നെ കാണാനായിട്ട് തൻ്റെ ഒരു ഭക്തോത്തമൻ പുറപ്പെട്ടിട്ടുണ്ടേ. ഭഗവാൻ അങ്ങനെയാണ്, ഭഗവാനെ കാണാനായിട്ട് പുറപ്പെട്ടാൽ സമാധാനമില്ല. അങ്ങോട്ട് ആളെത്തിയെന്ന് കണ്ടപ്പോൾ രണ്ടുപേരും അടുത്തങ്ങോട്ട് ചെന്നിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. ഗോപികമാർ അത്ഭുതപ്പെട്ടു. ഇതെന്താപ്പത്, ഏട്ടനും അനിയനും കൂടിയിട്ട് ഒരാളെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ആൾ സാധാരണക്കാരനല്ല കേട്ടോ, VIP ആവും. അപ്പോൾ ഒരുത്തി പറഞ്ഞു VIP അല്ല VVIP ആവും എന്നാ. കാരണം രണ്ടു കൂട്ടരും കൂടി ഒന്നിച്ച് സ്വീകരിക്കണമെങ്കിൽ VVIP ആവും എന്നാണ്. ഏതായാലും നമസ്കാരം. നമസ്കാരം. എവിടുന്നാ? മധുരയെന്നാ. മധുര എന്ന് പറഞ്ഞപ്പോൾ ചിലരുടെ മുഖം വാടി. കാരണം ദുഷ്ടൻ്റെ നാടാ, കംസൻ്റെ സ്ഥലമാണല്ലോ ആ ഒരു. പക്ഷേ അവിടെയും നല്ല ആളുകൾ ഉണ്ടാവുമല്ലോ എന്ന നിലയിൽ വരയും കുറിയൊക്കെ കണ്ടപ്പോൾ ഒരു ഭക്തൻ്റെ ഒരു രീതി ഉണ്ട്. എന്താ പേര്? അക്രൂരെന്നാണ്. എന്താ ഇപ്പോൾ വിശേഷം? അയ്യോ എന്താ വിശേഷം പറയാം, എത്ര കാലമായിട്ടുള്ള മോഹം അറിയോ. പക്ഷേ അദ്ദേഹവും കൂടി അനുവദിച്ച ആളാണല്ലോ അദ്ദേഹത്തിനെ കാണാൻ. നമുക്ക് മോഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ.
മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാന്റെ ഒരു അനുവാദവും വേണം, ഭഗവാന്റെ ഒരു സമ്മതവും വേണമല്ലോ. അദ്ദേഹത്തിൻ്റെ ഇച്ഛ എന്നാണ് ഇപ്പോൾ അതിന് തരപ്പെട്ടത്. ഹരേ, കണ്ണുനീരും ദൈവത്തിൻ്റെ ഭാവവും കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ, സാധുവാണ് ഈശ്വര, ഭക്തനാണ്. വളരെ സന്തോഷമായി. പെണ്ണുങ്ങളൊക്കെ അവരവരുടെ ഗൃഹങ്ങളിൽ പോയി അവരവരുണ്ടാക്കിയിട്ടുള്ള ആഹാര സാധനങ്ങളൊക്കെ ഒരാളിങ്ങനെ ആ പാൽച്ചേമ്പിൻ്റെ തണ്ടിങ്ങനെ തരിപ്പണമൊക്കെ കൂട്ടിയിട്ടേ ചേമ്പൊക്കെ കൂട്ടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കറിയുണ്ട്. മുള്ളഞ്ചീര ഉപ്പേരി ഒരാളുടെ വക, ഒരാൾ തകര, ഇങ്ങനെ അങ്ങനെ പല സമ്പ്രദായം. മുരിങ്ങക്കായി, മുരിങ്ങയും ചക്കക്കുരുവും കൂടിയിട്ട് ഒരാൾ, അങ്ങനെ ഒരു വെറൈറ്റി ഐറ്റങ്ങൾ. ഒരാൾ ഇടിച്ചൊക്കെ അങ്ങനെ ആ പൊടിത്തൂവൽ എന്നല്ലേ പറയുന്നത്, ആ ചമ്മന്തിയാക്കിയിട്ട് അങ്ങനെ ഒരു ഉപ്പേരി, വേറെ രസം, നാരായണൻ്റെ രസമായിട്ട് ഒരു രസം ഒരൈറ്റം. അങ്ങനെ വിവിധ സാധനങ്ങൾ പല ഭാഗത്തു നിന്നും വന്നു. ഒക്കെ നിറയെ ചുറ്റും സൈഡ് ഡിഷുകളൊക്കെ വെച്ച് ആഹാരം ഇങ്ങനെ കഴിക്കുകയാണ്. അവരത് കണ്ടിങ്ങനെ ആസ്വദിച്ചു. പക്ഷെ പെണ്ണുങ്ങൾ പോണില്ല കേട്ടോ. ഊണ് കഴിഞ്ഞിട്ടും കൈ കഴുകിയിട്ടും പോകണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തുകയാണ്. എന്താ സംഗതി അറിയോ? എന്തിനാ വന്ന് എന്നുള്ള ന്യൂസ് അറിയാനാ. ഭഗവാനെ ക്ഷണിക്കാൻ വന്നതാണ് എപ്പം പറഞ്ഞോ. ഇവരുടെ കളറ് മാറിയിട്ടോ. അയാൾ അക്രൂരനൊന്നുമല്ലടി, ക്രൂരനാ, കണ്ണനെ കൊണ്ടുപോകാനാ വന്നതെന്ന് പറഞ്ഞു. കർണാകർണിക ഈ മെസ്സേജ് പോയി. പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്തറിയോ? വെള്ളം കുടം ഉണ്ടല്ലോ ഒക്കെ എടുത്തു വന്നിട്ട് വാഹനത്തിൻ്റെ മുമ്പിൽ ഇരുന്നു പറഞ്ഞേക്കിലാവണം. ആദ്യത്തെ വഴിതടയൽ സമര ഗോപികമാരുടെ വകയാണ്. അങ്ങനെ ഇരുന്നു. പോവാൻ വഴിയില്ല. സാധനം നന്ദഗോപർ ഇടപെട്ടു. അവരെ പറഞ്ഞയക്കണില്ല, നിങ്ങളൊക്കെ തിരിച്ചു വീടുകളിൽ പോയിക്കോളും, യാത്ര മാറ്റിവെച്ചു എന്ന് പറഞ്ഞാലും അക്രൂരനോട് കണ്ണുകൊണ്ട് സംജ്ഞ കാണിച്ചു, പുലർച്ചയ്ക്കാവാം യാത്ര. കാരണം പുലർച്ചയ്ക്ക് ഒരുവിധം ആളുകളൊക്കെ കൂർക്കം വലിച്ച് ഉറങ്ങണ സമയമാണ്. പാതിര വരെ എന്തെങ്കിലുമൊക്കെ കളികളായിട്ട് കളിക്കും. എണീക്കണ സമയത്തൊക്കെ കിടന്നുറങ്ങും. ആ സമയത്താവാൻ പുലർച്ചയ്ക്ക് യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഇറങ്ങണതിന് മുമ്പ് നന്ദനൊരു വാക്ക് പറഞ്ഞു. അതേ അക്രൂരേട്ടാ, വിളവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏട്ടനാണോ അനിയനാണോ ഏട്ടെന്ന് സംശയമാണ്. മഹാതിരുമാലികളാണ്. പുറത്തേക്കൊന്നും അങ്ങനെ വിട്ടില്ല. ഒരു നോട്ടം വേണം കേട്ടോ കുട്ടികളുടെ മേലെ. ഓ ഞാനേറ്റു, ഞാൻ നോക്കിക്കോളാം എന്നാവും ഭഗവാനെ. വാഹനത്തിൽ കയറി സന്ധ്യാവന്ദന സമയത്ത് നദീതീരത്തെത്തി. വാഹനം നിർത്തി. ആചാരനിഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ സന്ധ്യാവന്ദനം മുടക്കില്ല. നദിയിലിറങ്ങി കുളിച്ചു മുങ്ങിയപ്പോൾ വെള്ളത്തിൽ കൂടെ എന്തോ ഒരു നീലിയും മഞ്ഞയും സാധനങ്ങൾ ഷാൾ ഒഴുകണമാതിരി തോന്നി. കണ്ണുമിഴിച്ച് നോക്കിയപ്പോൾ രാമനും കൃഷ്ണനും വെള്ളത്തിൽ ഊളിയിട്ട് കളിക്കുക. നന്ദേട്ടൻ പറഞ്ഞത് ശരിയാണ്, കുട്ടികൾ എവിടേക്കിടെ മക്കളെ എന്താ നിങ്ങൾ കാണിക്കണം? വെള്ളത്തിൽ ഇദ്ദേഹവും കുറേ ഊളിയിട്ട് പോയി. ഇവരെ പിടിക്കാൻ കിട്ടുന്നില്ല. ശ്വാസം കിട്ടി, വല്ലാതെ ശ്വാസം കിട്ടാതായി. കണ്ണു മിഴിച്ചിട്ട് മുകളിലേക്ക് കയറിയപ്പോൾ അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയില്ല, രഥത്തിലുണ്ട്. മനസ്സിലായില്ലേ? വീണ്ടും ചോട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിലും ഉണ്ട്, മുകളിലേക്ക് നോക്കിയാൽ കരയിലും ഉണ്ട്. മനസ്സിലായി. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്ചതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുവയം ജഗത്. ഭഗവാനില്ലാത്ത സ്ഥലമുണ്ടോ? ജലത്തിലും സ്ഥലത്തുമൊക്കെ ഉള്ളതാരാ? ഭഗവാനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൂട്ടിയിട്ട് പോകാൻ നമ്മളെ നിയോഗിച്ചു, അത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചാൽ ഭഗവാനെ നോക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെയും കൂടി ആര് നോക്കണം? ഭഗവാൻ നോക്കണം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തിരുത്തി മാച്ചു. ഇതുവരെ തോന്നിയ തോന്നലൊക്കെ മാച്ചു കളഞ്ഞു പറയണം. നേരെ അവിടേക്ക് ചെന്ന മാത്രയിൽ മട്ടുപ്പാവിൽ കയറിയിട്ട് സ്ത്രീജനങ്ങളൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് അവരെ ആ രഥത്തിലേക്ക് പൂവ് എറിഞ്ഞുകൊണ്ട് അവരെ സ്വീകരിച്ചു. ഒരു പെരുവണ്ണാനെ കണ്ടു. അലക്കുകാരൻ വസ്ത്രമായിട്ട് രാജകീയ വസ്ത്രങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ വെറുതെ തമാശയായിട്ട് ഭഗവാൻ പറഞ്ഞു, രാജധാനിയിലത്തെ വസ്ത്രങ്ങളാണ് തോന്നുന്നുണ്ടല്ലോ. ആണെങ്കിൽ അങ്ങനെയാണ്. അല്ല, ഞങ്ങളൊരു യാത്ര വന്നതാണ്, ചിലപ്പോൾ കുറച്ച് ദിവസം ഇവിടെ കൂടേണ്ടി വരും, മാറ്റാൻ കൊടുത്തിട്ടില്ല. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അതിന് കുറച്ച് ഡ്രസ്സ് ഞങ്ങൾ നോക്കിയെടുത്തോടെ. കന്നുകാലി ചക്കന്മാർക്ക് രാജവസ്ത്രത്തിനോട് ഭ്രമോ അടിച്ചിട്ടുണ്ട്. ഞാൻ മാറാൻ കാരണം ഉണ്ടാക്കിയതാ ഭഗവാൻ. കയറി ഹെഡ് ചെയ്തതാണ്. എന്ത് ചെയ്തു? അധികം താമസിക്കാതെ ചോട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അഭ്യാസിയെ പോലെ കയ്യിൻ്റെ ഇടത്ത തലം കൊണ്ട് മണ്ടയ്ക്ക് ആ മർമ്മം നോക്കിയിട്ട് ഒരടിയാ. ആൾ കഴിഞ്ഞു. അത് പൂർവ്വജന്മത്തിൽ ഓങ്ങി വെച്ചതാ. അന്ന് രാമാവതാര കാലത്ത് അന്ന് ഈ പണി ഒപ്പിച്ചത് ഇവനാ. അപ്പോൾ അത് അന്നൊന്നും ചെയ്തില്ല. അതിൻ്റെ ഒരു പണി ഇപ്പോൾ കൊടുത്തു. പിന്നെ സുധാവാവ് എന്നൊരു ഭക്തൻ നൂൽപ്പുകാരനാണ്. അദ്ദേഹത്തിന് ഭഗവാനെ കണ്ടപ്പോൾ നൂലുകൊണ്ട് മനോഹരമായിട്ടുള്ളൊരു മാല അദ്ദേഹത്തിന് ഉണ്ടാക്കണം തോന്നി. മാല ഉണ്ടാക്കി കൊടുത്തു, വസ്ത്രങ്ങളും കൊടുത്തു.
3 കൂനുള്ളൊരു സ്ത്രീയുണ്ട്. കുബ്ജ എന്നാണ് അവളുടെ പേര്. മുക്കൂനി എന്നാണ് വിളിക്കുക. കേക്കച്ചല്ലല്ല, കേൾക്കാണ്ട്. മുക്കൂനിയെ കണ്ടുടീ എന്നാ ചോദിക്കുക. ഇങ്ങനെയാണ്. ഭഗവാൻ ഇവളെ കണ്ടു, മുഖാമുഖം കണ്ടു. അവൾ ബ്യൂട്ടി പാർലർ പണി ചെയ്യുന്ന ആളാണ്. ആളിങ്ങനെ മടക്കാവറണ്ടൊന്നും കാര്യമില്ല. നല്ല സുഗന്ധ വസ്തുക്കളൊക്കെയാണ് ഇവളുടെ ബിസിനസ്. അതായിട്ട് അരമനയിലേക്ക് പോവുകയാണ്. ജവാദ്, നല്ല ഗോപീചന്ദനം, കുങ്കുമമൊക്കെ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ കൂട്ടിയിട്ട് താഴമ്പൂ കാര്യങ്ങളൊക്കെ കൂട്ടി അത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ മണം തന്നെ ഒരു പ്രത്യേക ഭാവമാണ്. ഏതായാലും അരച്ച ചന്ദനം കാര്യങ്ങൾ അങ്ങനെയൊക്കെ പാടുകൂടി കർപ്പൂരം കൂട്ടി അരച്ചത് പെട്ടെന്ന് കേടുവരില്ല. അത് നെറ്റിയിലിട്ട് എന്തൊരു തണുപ്പറിയോ. അത് ശുദ്ധമായിട്ട് പശുവിൻ്റെ ആ ചാണകം ശുദ്ധീകരിച്ച് ശിവരാത്രിക്ക് ഉണക്കിപ്പൊടിച്ച് അതിൽ പാല് കൂട്ടി വീണ്ടും ഉണക്കി വീണ്ടും കരിച്ച് അങ്ങനെ സംസ്കരിച്ചിട്ടുള്ള ഭസ്മം ഒക്കെ ഒറിജിനൽ സാധനങ്ങളാണ്. ഇതൊക്കെ ആയിട്ടാണ് പോണത്. അത് കണ്ടപ്പോൾ കുറിക്കൂട്ടുകളാണെങ്കിൽ ഞങ്ങൾക്ക് തിരി തരുമോ എന്ന് ചോദിച്ചിട്ട് സുന്ദരി എന്നാണ് വിളിച്ചത് കേട്ടോ. സുന്ദരി അയമ്മ 4 പേർ നോക്കി. ഭഗവാൻ ആരെ നോക്കുമ്പോൾ ആരുമില്ല. പിന്നെയും സുന്ദരി. രാവിലെ കണ്ണാടി നോക്കുമ്പോൾ വരെ ഇനിയിപ്പോൾ കണ്ണാടിക്കറ്റ അബദ്ധം പറ്റുമോ എന്ന് പാവം ചിന്തിച്ചു എന്ന് പറയാണ്. ഭഗവാൻ ആ മുഖത്ത് നോക്കിയിട്ട് നിന്നെ തന്നെ വിളിച്ചതെന്നുള്ള നിലയിൽ സുന്ദരി എവിടേക്കാണ് പോണ? കുറിക്കൂട്ടുകളാവൂല്ലേ? അതേന്ന് പറഞ്ഞു. അതേന്ന് തലയാട്ടി. സംസാരിക്കാൻ വയ്യ, അന്തം മുട്ടി പാവം. ഇത്തിരി തരുമോ എന്ന് ചോദിച്ചു. ഓ കയ്യും വറക്കുക, ഞാനിട്ട് തരാം എന്ന് പറഞ്ഞു. കവളത്തൊക്കെ ഇത് ഇട്ട് കൊടുക്കാൻ എത്തണില്ല, മടക്കല്ലേ. അപ്പോൾ ഭഗവാൻ എത്തി അറിയോ, 2 പാദത്തിലും ചവിട്ടിയിട്ട് താടി പിടിച്ച് ഒന്നിങ്ങനെ ഉയർത്തിയപ്പോൾ ആ മടക്കുകളൊക്കെ നൂർന്ന് സുന്ദരിയായി തീർന്നു. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ഈ ഒരു കോലത്തിലിരിക്കണോണ്ട് ആരും ബന്ധുക്കളൊന്നുമില്ല. അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ച ഒറ്റയ്ക്കാണ്. വലിയൊരു വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങേ ശുശ്രൂഷിക്കാം സ്നേഹപൂർവ്വം, എനിക്കതൊക്കെ ഇഷ്ടമാണ്. വരുമോ വീട്ടിലേക്ക് ചോദിച്ചു. ഇപ്പോൾ ഒരു ലക്ഷ്യത്തിന് പോവുകയല്ലേ, അതുകൊണ്ട് പിന്നെ ആവാം. അങ്ങനെ അവൾക്കും വാക്ക് കൊടുത്തു. പോകുമ്പോഴത്തേക്ക് കുവലയാപീഠം എന്നൊരാന പ്രത്യേക കോച്ചിങ് കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ട്. ഈ ആന, കാള, പന്നി, പട്ടി ഇതിനൊക്കെ ഘ്രാണശക്തി കൂടുതലാണ്. മണം പിടിക്കും. ഒരാളുടെ ആ വസ്ത്രമൊക്കെ എടുത്ത് മണം പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നും തമിഴ്നാട്ടിലെ ചില ജമീന്ദാന്മാരും ചില വില്ലന്മാർ ആ പണി ഒപ്പിക്കാറുണ്ട്. കേസ് ഉണ്ടാവില്ലല്ലോ, കാള കുത്തി എന്താ കേസ്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ആനയ്ക്ക് ഇവരുടെ വസ്ത്രമൊക്കെ പിടിച്ച് മണപ്പിച്ചിട്ട് കോച്ചിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാമകൃഷ്ണന്മാരെ അങ്ങോട്ട് കണ്ടപാട് അങ്ങോട്ട് ആട്ടി വലഞ്ഞിട്ട് അങ്ങോട്ട് വന്നു കുത്താനായിട്ട് എന്നാണ്. ഭഗവാൻ അടുത്തെത്തുന്നവരെ കാത്തുനിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഓടി, ഒന്ന് വട്ടത്തിൽ. പിന്നെ ആനയുടെ മുമ്പിൽ ഇങ്ങനെ കാലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഓടി വട്ടത്തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അന്തം വിടും ആന. അങ്ങനെയാണ്. ഒന്നിങ്ങനെ കറങ്ങിയ സമയത്ത് തുമ്പിയിൽ പിടിച്ചൊന്ന് ചുഴറ്റിയിട്ട് മസ്തകത്തിലൊരു അടി അങ്ങോട്ട് അടിച്ച് ചവിട്ടി പിടിച്ചിട്ട് 2 കൊമ്പും അങ്ങോട്ട് അങ്ങോട്ട് എടുത്തു പോകാൻ. അപ്പോഴോ ആ നീലവർണ്ണത്തിലുള്ള ഭഗവാന്റെ മേലെ ആ ഗോമേതക രത്നം പതിച്ചതുമാതിരി ആ ചോരത്തുള്ളികളൊക്കെ വീണപ്പോൾ അതൊരു ശോഭ വേറെ. എന്നിട്ട് എന്ത് ചെയ്തറിയോ, രാമേട്ടാ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ കയ്യിൽ ഈ കൊമ്പങ്ങോട്ട് കൊടുത്തു. ആദ്യമായിട്ട് ആനക്കൊമ്പ് ഊരിയത് കൃഷ്ണൻകുട്ടി കേട്ടോ. ഏതായാലും അങ്ങനെ ആനക്കൊമ്പ് രാമേട്ടൻ്റെ കൈ കൊടുത്ത് അങ്ങനെ നേരെ പോയി ചാണൂരമല്ലന്മാരാൽ സംരക്ഷിക്കപ്പെടുന്ന ധനുർയാഗ മന്ദിരത്തിലേക്ക് എത്തി, ആ ശാലയിലേക്ക് എത്തി. ഭഗവാനെ കണ്ടപ്പോൾ അഭ്യാസികളായിട്ടുള്ള അവർ ചുവടുവെപ്പൊക്കെ വെച്ച് ഉറുമിയും ചുരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്റ്റെപ്പൊക്കെ വെച്ച് അഭ്യാസികൾ അങ്ങനെയാണല്ലോ, അത് നടത്തത്തിന് ഇതിനൊക്കെ സ്റ്റെപ്പ് വ്യത്യാസമുണ്ട്. ഭഗവാനിലേക്ക് അങ്ങോട്ട് അടുത്തു. അധികം വൈകാതെ ഭഗവാൻ ഒഴിഞ്ഞു മാറി അവരെ കറങ്ങി തിരിച്ച് ആ നിലത്ത് അടിച്ചു കൊന്നു. മുഷ്ടികൻ ചാണൂരൻ മുതലായിട്ടുള്ള ആളുകളെ വധിച്ചു എന്നാണ്. ഈ വിഷയമറിഞ്ഞപ്പോൾ കംസന് ഭയമായി എന്നാണ്. കാരണം മരണം തൻ്റെ അടുത്തെത്തി എന്ന് കംസൻ നിരീക്ഷിച്ചു. നേരെ മന്ദിരത്തിലേക്ക്, തൻ്റെ ഗൃഹത്തിലേക്ക് ഓടിയിട്ട് റൂമിൻ്റെ ഉള്ളിൽ കയറി സാക്ഷയിട്ട് ഇരുമ്പ് പട്ട കൊണ്ട് ആ ഡോറ് വാതിലിനെ ബന്ധിച്ച് ആ കട്ടിലിൻ്റെ മുകളിൽ കയറി കമിഴ്ന്ന് കണ്ണടച്ച് കിടന്നു എന്നാണ്. എന്നിട്ടും ഭയം മാറിയില്ല. ഹൃദയമിടിപ്പിൻ്റെ താളം തുലവും വേഗതയിലായി. ഈ പൂട്ടൊന്നും ഭഗവാന് ബാധകമല്ല. അതിനെയൊക്കെ ഭേദിച്ച് ഭഗവാൻ നേരെ അകത്ത് കടന്നപ്പോൾ വാതിൽ തുറന്നിട്ടില്ല, പക്ഷെ എന്തോ ഒരു രൂപം അകത്ത് കടന്നു തോന്നി. ഇദ്ദേഹം കണ്ണുമിഴിച്ച് ഒന്ന് മലർന്നു നോക്കിയപ്പോൾ അഭ്യാസിയെ പോലെ ചാടി തൻ്റെ മാറത്ത് വയറ്റിൽ ചാടിയിരുന്നിട്ട് 2 കൈകളും കൊണ്ടും നെഞ്ചും കൂട്ടിൽ അങ്ങോട്ട് ഠും ഠും താളാത്മകമായിട്ട് ഇട്ടിക്കുകയാണ്. അങ്ങനെ നിരായുധരായിട്ട്
10,000 ആനകളുടെ ബലമുള്ള കംസനെ ഭഗവാൻ വധിച്ചു എന്നാണ്. ഈ സംഭവത്തിന് ശേഷം കംസൻ സ്വന്തം അച്ഛനെ തന്നെ വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ പേര് ഉഗ്രസേനൻ എന്നാണ്. ഉഗ്രസേനൻ അദ്ദേഹത്തിനെ മോചിപ്പിച്ച് രാജ്യഭാരം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. ഇതോടുകൂടി കംസൻ്റെ പത്നിമാരായിട്ടുള്ള അസ്ഥിയും പ്രാപ്തിയും വിധവകളായി. തിരിച്ചു വരുന്നതിനകം ജയിലിലടച്ച സർവ്വ ആളുകളെയും ഭഗവാൻ മോചിപ്പിച്ചു. ബന്ധനസ്ഥരായിരുന്ന തൻ്റെ പിതാവും മാതാവും വസുദേവ ദേവികമാരും ഭഗവാനാൽ മോചിപ്പിക്കപ്പെട്ടു. തൻ്റെ ഉണ്ണി എന്ന സ്നേഹത്തിൽ വാരിയെടുത്ത് പുൽകുന്നതിന് പകരം സർവേശ്വരൻ എന്ന ബോധത്തോടു കൂടിയിട്ട് വസുദേവ ദേവികമാർ ഭഗവാനെ നമസ്കരിക്കുകയാണ് ചെയ്തത്. കാരണം സാക്ഷാൽ ജഗദീശ്വരൻ തന്നെയാണ് തൻ്റെ പുത്രനായിട്ട് വന്നത്. നേരത്തെ ജനിച്ച മാത്രയിലും നമുക്ക് ഈ ഒരു ദർശനം തന്നിട്ടുണ്ടല്ലോ എന്ന ഓർമ്മയിൽ സാഷ്ടാംഗം പ്രണമിച്ചു എന്ന് പറയണം. ശേഷം കുശലങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാനോട് തൊഴുതുകൊണ്ടൊരു കാര്യം ചോദിച്ചു. പ്രഭോ, അച്ഛനമ്മമാര് എന്ന് പറയുമ്പോൾ നമുക്ക് ചില കടമകളുണ്ടല്ലോ. ആ ഒരു പിതൃധർമ്മം എന്ന നിലയിൽ ധർമ്മം അനുഷ്ഠിക്കാൻ അവിടുന്ന് അനുവദിക്കണം. പാഠശാലയിൽ അങ്ങേ അയച്ചുകൊണ്ട് ആത്മവിദ്യയ്ക്കായിക്കൊണ്ടുള്ള പരിശ്രമങ്ങൾ, ഒരു ഗുരുകുല വിദ്യാഭ്യാസം അങ്ങയ്ക്ക് നൽകാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണല്ലോ, കടമയാണല്ലോ. അതിനായിട്ടുള്ളൊരു അനുവാദം തന്നാൽ സന്തോഷമായി എന്ന് പറഞ്ഞു. ഭഗവാൻ ചിരിച്ചു, അനുവാദം കൊടുത്തു. അങ്ങനെ സാന്ദീപനി മുനിയുടെ ഗൃഹത്തിൽ ആനയിക്കപ്പെട്ടു. ഭഗവാൻ ഗുരുകുല വിദ്യാഭ്യാസം സ്വീകരിച്ചു. 64 ദിവസങ്ങളെ കൊണ്ട് 64 കലകൾ പഠിച്ചു. 65-ാം നാളിൽ തിരിച്ചിറങ്ങുമ്പോൾ ഗുരുദക്ഷിണ നൽകണം. എന്ത് തന്നാലാണ് അങ്ങയ്ക്ക് യോജിക്കുക, അത് അങ്ങ് ആവശ്യപ്പെടണം, ഞങ്ങളതിന് തയ്യാറാണ് എന്ന ഭഗവാൻ സാന്ദീപനി മുനിയോട് ചോദിച്ചപ്പോൾ, സർവേശ്വരന്മാരെ, നിങ്ങൾ രണ്ടുപേരും വന്ന് പഠിച്ചതുകൊണ്ട് എൻ്റെ പാഠശാല ശ്രദ്ധിക്കപ്പെട്ടു, അല്ലാതെ ലാഭം എനിക്കാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടാണ് പൂജിക്കേണ്ടതെന്ന് പറഞ്ഞു. അത് പറ്റില്ല, എന്തെങ്കിലുമായിട്ട് സ്വീകരിക്കണം. അതെന്താണ് അങ്ങേക്ക് യോജിക്കുക എന്ന് വെച്ചാൽ ആവശ്യപ്പെടുക തന്നെ വേണം എന്ന് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി അടുക്കളയിൽ നിന്ന് ഷൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഇവർ വേഗം അവിടെ എത്തി. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മ കരഞ്ഞു. പറഞ്ഞു, 6-7 വയസ്സുള്ള സമയത്തിൻ്റെ ഉണ്ണി കുളിക്കാൻ പോയതാണ്, പിന്നെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഭഗവാൻ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ചെന്നു. വരണലോകത്ത് പോയപ്പോൾ വരുണൻ പറഞ്ഞു, ഭഗവാനെ വന്നത് മനസ്സിലായി, ഇവിടെയല്ല, ധർമ്മരാജാവിനെ സമീപിക്കുകയാവും നല്ലത്. പഞ്ചജനൻ എന്നൊരു അസുരനുണ്ട്, ഹിരണ്യകശിപുവിൻ്റെ വംശത്തിൽപ്പെട്ടവനാണ്. അവൻ ഇതേമാതിരി ആളെ പിടിച്ചിട്ട് ഓടും, സിദ്ധനാണ്. അതുകൊണ്ട് പിടികൂടുന്ന ഘട്ടം വന്നാൽ വേഷം മാറും. അധികവും ഇവൻ ധരിക്കുന്ന രൂപം ശംഖിൻ്റെ രൂപമാണ് എന്ന് സൂചന കൊടുത്തു. അദ്ദേഹം നേരെ സമുദ്രാന്തർഭാഗത്തേക്ക് പോയപ്പോൾ ഇതേമാതിരി ഒരു അസുരൻ ഓടിപ്പോകുന്നതായിട്ട് കണ്ടു. ഭഗവാനെ കണ്ടപ്പോൾ അവൻ രൂപം മാറി ശംഖരൂപം സ്വീകരിച്ചു. ആ ശംഖത്തെ പിടികൂടി വധിച്ച് അതിൽ നിന്ന് ആ ശരീരഭാഗത്തെ കളഞ്ഞ് ശംഖത്തെ കളയാതെ കഴുകിയെടുത്ത് അതുകൊണ്ട് തെക്കൻ ഭാഗത്തേക്ക് നേരെ ചെന്ന് സംയമനീപുരിയിൽ പോയി. സംയമനീപുരി എന്നത് ധർമ്മരാജാവിൻ്റെ പുരിയാണ്. അവിടെ ചെന്നിട്ട് ആ ശംഖധ്വാനം മുഴക്കിയപ്പോൾ ആ ധർമ്മരാജാവ് വന്നു, മനസ്സിലായി ഇത് സർവേശ്വരനായിട്ടുള്ള ഭഗവാനാണ് ഇങ്ങനെ എടുത്ത ശബ്ദം, ഇങ്ങനെ എടുത്ത് പുറപ്പെടുവിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ആ ഭഗവാൻ മുഴക്കിയ ആ ശംഖ് പാഞ്ചജന്യം എന്നാണ്, പഞ്ചജന്നാൽ ഉണ്ടാക്കിയ ആ പഞ്ചജന്യെ കൊണ്ടുണ്ടാക്കിയ ആ ശംഖ് പാഞ്ചജന്യം എന്നാണ് പറയുക. ആ പാഞ്ചജന്യം മുഴക്കി ധർമ്മരാജാവ് നേരെ വന്ന ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗുരുപുത്രനെ കൊടുത്തു. ഇനി ആ ഗുരുപുത്രനെ ലഭിച്ച അച്ഛനമ്മമാരുടെ അവസ്ഥ എന്താണ്, കൃഷ്ണൻ പിന്നീട് എന്ത് ചെയ്തു എന്ന വിഷയങ്ങൾ നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതാ വന്നു ഇതാ പോയി എന്ന നിലയിൽ ഒന്ന് വടക്ക് ഭാഗത്തേക്ക് പോയി വന്നാലാണ് ബാക്കി കഥാഭാഗങ്ങൾ നമുക്ക് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞ് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.